നമസ്കാരം. അഗ്നിപത് പദ്ധതി പാളിയോ എന്ന സംശയം ഒരു വിഭാഗം ഇപ്പോൾ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അഗ്നിപഥിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പദ്ധതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. യുവാക്കളിലെ അതൃപ്തിയും അവരുടെ രോഷവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ വൻ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. പ്രതിരോധ സേനകളിലെ അഗ്നിവീറുകൾക്ക് നിലവിൽ 4 വർഷമാണ് കരാർ കാലാവധി. അഗ്നിവീറുകളിലെ 75% ഒഴിവാക്കിക്കൊണ്ട് 25% പേർക്ക് മാത്രം സ്ഥിരം നിയമനമെന്ന തീരുമാനത്തിൽ വലിയ ഇടച്ചിലുണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ അഗ്നിപഥിൽ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. 17.5 വയസ്സിനും 21-നും ഇടയ്ക്കുള്ളവരെയാണ് അഗ്നിവീറുകളായിട്ട് പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ അഗ്നിവീർ പദ്ധതിയുമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ ഇതിനെ ആയുധമാക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിനും ഇത് ഉപയോഗിച്ചിരുന്നു. അഗ്നിവീറുകൾക്ക് പെൻഷൻ ഇല്ലാത്തത് അവരുടെ മനോധൈര്യത്തെ കെടുത്തുന്നുവെന്നും ആത്മവിശ്വാസം കുറയ്ക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒരു ഘടകമാണ് ഈ പറഞ്ഞ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ. നമുക്കറിയാം, രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ, ശക്തമായ പ്രതിരോധ മതിൽ സൃഷ്ടിക്കുന്നതിൽ സൈന്യം വലിയ പരിഷ്കാര നിരീക്ഷണങ്ങൾക്കാണ് വിധേയമാകുന്നത്. ഏത് പുതിയ പദ്ധതി അവതരിപ്പിച്ചാലും പ്രതിരോധ സേനകൾ നിരന്തര പരിശോധനയ്ക്ക് വിധേയമാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കേന്ദ്രം കൊണ്ടുവരുമെന്നതിലേക്ക് വരികയാണെങ്കിൽ, കരാർ സേവനം 4 വർഷം എന്നുള്ളത് 7 മുതൽ 8 വർഷമായി വർദ്ധിപ്പിച്ചേക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 25% നിലനിർത്തുന്നു എന്നത് 60 മുതൽ 70% ആക്കുമെന്നും പറയപ്പെടുന്നു. നിലവിലെ 6 മാസത്തെ പരിശീലനം 9 മാസമാക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാങ്കേതിക വിഭാഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രായപരിധി 23 വയസ്സാക്കുമെന്നും പറയുന്നുണ്ട്. രാജ്യസ്നേഹമുള്ളവരും പ്രചോദിതരുമായ യുവാക്കളെ സായുധ സേനയിൽ 4 വർഷത്തേക്ക് സേവിക്കാനാണ് ഈ പദ്ധതി അനുവദിക്കുന്നത്. പദ്ധതി പ്രകാരം സൈന്യത്തിൽ ചേരുന്ന യുവാവിനെ അഗ്നിവീർ എന്ന് വിളിക്കും. പുതിയ സ്കീമിന് കീഴിൽ ഏകദേശം 45,000 മുതൽ 50,000 വരെ സൈനികർ പ്രതിവർഷം റിക്രൂട്ട് ചെയ്യപ്പെടും. മിക്കവരും 4 വർഷത്തിനുള്ളിൽ തന്നെ സേവനം വിടും. എന്നിരുന്നാലും 4 വർഷത്തിന് ശേഷം ബാച്ചിലെ 25% മാത്രമേ 15 വർഷത്തേക്ക് അവരുടെ സേവനങ്ങളിലേക്ക് തിരികെ റിക്രൂട്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്നതാണ് വിമർശനങ്ങൾക്ക് വിധേയമായത്. സേനയിലെ ശരാശരി പ്രായം ഇന്ന് 32 വയസ്സാണ്. ഇത് 6 മുതൽ 7 വർഷത്തിനുള്ളിൽ 26 കുറയുമെന്നും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. അഗ്നിപത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന ആശങ്കകൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിവിധ ആശങ്കകൾ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, സൈനിക യൂണിറ്റുകളുടെ ചുറ്റുപാടിൽ അഗ്നിവീറുകളെ തടസ്സങ്ങളില്ലാതെ ഉൾപ്പെടുത്തുന്നതിന് അതത് യൂണിറ്റ് കമാൻഡർമാർക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. ഈ വെല്ലുവിളികൾ അഗ്നിവീർമാരുടെ വ്യക്തിഗത കഴിവുകൾക്കപ്പുറമാണ്. പാറ്റേണിലെ സമൂലമായ മാറ്റം സായുധ സേനയ്ക്ക് ദോഷകരമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ സംഘടനാ മാനേജ്മെന്റിനെയും നേതൃത്വ ഘടനകളുടെയും പ്രവർത്തന തത്വശാസ്ത്രത്തിന്റെയും കാതലായ പ്രവർത്തനത്തെ ബാധിക്കും. മറ്റൊരു വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത തലത്തിലുള്ള അനുഭവ പരിചയവും പ്രചോദനവുമുള്ള സൈനികരെ പരിശീലിപ്പിക്കുന്നതിലും സമന്വയിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. 25% ഹ്രസ്വകാല കരാർ സൈനികരെ നിലനിർത്തുന്നതിനുള്ള മാനദണ്ഡം അനാരോഗ്യകരമായ ഒരു മത്സരത്തിന് കാരണമാകുമെന്നും പറയുന്നുണ്ട്. വിശ്വാസം, സൗഹൃദം എന്നിവയെല്ലാം ശക്തമായ പ്രതിരോധത്തിന് വഴിവെക്കും. പക്ഷേ മത്സര ബുദ്ധി വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധികളാകും സൃഷ്ടിക്കുക. അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതിക്ക് മതിയായ പ്രചോദനാത്മക വശങ്ങളുടെ അഭാവമുണ്ട് എന്ന് വിമർശകർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ സൈന്യത്തിന് ഇതുവരെ അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും യൂണിഫോമും ഒക്കെ വലിയൊരു മതിപ്പ് നൽകുന്നുണ്ട്. സൈനികരുടെ കുടുംബങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, വിരമിച്ചതിനു ശേഷമുള്ള ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും ഭൂമി ഗ്രാന്റുകൾ പോലെയുള്ളവയൊക്കെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഹ്രസ്വകാല കരാർ സൈനികർ, അഗ്നിവീറുകൾ പെൻഷൻ സമ്പാദിക്കാതെ തൊഴിലിന് അനുസൃതമായ നിലയ്ക്കും അന്തസ്സിനും അനുയോജ്യമല്ല എന്നും വിമർശകർ പറയുന്നുണ്ട്. അതായത് അവരുടെ സേവനത്തിന് മുൻപുള്ളത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും സൈന്യം എപ്പോഴും ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അതിർത്തി കാക്കാൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെയുള്ളവരാണ്. അവരുടെ മതിപ്പ്, അവർ ചെയ്യുന്ന ജോലി അർഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ സുരക്ഷിതമായി ഉറങ്ങുന്നത് നമ്മുടെ അതിർത്തികളിൽ ഉറങ്ങാതെ സൈനികർ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ കരുത്തുറ്റ സൈനികർ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴുള്ള സൈനികർ കൂടുതൽ ഊർജത്തോടെ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തായാലും അഗ്നിപത് പദ്ധതിയുടെ പരിഷ്കരണങ്ങൾ, അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓരോ സൈനികനും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ അഭിമാനിക്കുകയും രാജ്യസുരക്ഷയിൽ അവർക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം.